നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ വേഗത്തിൽ നോക്കാം. വയനാട് കണിയാമ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്താൻ ശ്രമം തുടരുന്നു. മയക്കുവെടി വെക്കാൻ ഉത്തരവ്. പനമരത്തും കണിയാമ്പറ്റയിലും സ്കൂളുകൾക്ക് അവധി. മാട്ടുപ്പെട്ടി കുറ്റിയാർവാലി മേഖലയിൽ പടയപ്പ. നടിയാക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേരു വെളിപ്പെടുത്തി വീഡിയോ ചെയ്തതിൽ ഇന്ന് കേസെടുത്തേക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ്റെതാണ് വീഡിയോ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി. അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് ഹർജിയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ACP രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധമെന്നും കുടുംബം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതി ആണ് അപേക്ഷ പരിഗണിക്കുക. രഹസ്യ സ്വഭാവത്തോടെയാണ് അന്വേഷണം എന്നും രേഖകൾ നൽകാൻ ആകില്ലെന്നും SIT നിലപാട്. രഹസ്യ സ്വഭാവം നിലനിർത്തുമെന്ന് ED. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങൾ ഗൗരവമായി അന്വേഷിച്ച SIT. ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായി രേഖപ്പെടുത്തി. രാജ്യാന്തര പുരാവസ്തു കടത്തു സംഘവുമായി സ്വർണ്ണക്കടത്തിന് ബന്ധമുണ്ടെന്ന് ചെന്നിത്തല. OTA KTA എന്ന പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. DGPക്ക് നൽകിയ പരാതി ADGPക്ക് കൈമാറി. പരാതി നൽകിയത് തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല. കേസെടുക്കുന്നതിൽ ആശയക്കുഴപ്പം. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 8 മണിവരെ സന്നിധാനത്തെത്തിയത് 31,861 ഭക്തർ. മണ്ഡല പൂജയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ് യോഗം ചേരും. കുട്ടനാട് തോൽവിയിൽ തമ്മിലടിച്ച് CPM-ഉം CPI-യും. മുന്നണി മര്യാദ പാലിക്കാത്തവരാണ് CPM എന്ന് CPI ജില്ലാ സെക്രട്ടറി. CPI ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് പരാജയ കാരണമെന്ന് CPM. തെരഞ്ഞെടുപ്പിൽ ഇടതിന് നഷ്ടമായത് കൈനകരിയും രാമങ്കരിയും നീലംപേരും ഉൾപ്പെടെ പാർട്ടി കോട്ടകൾ. കോഴിക്കോട് ബീച്ച് റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 മരണം. മരിച്ചത് കണ്ണൂർ സ്വദേശി മർവാൻ, കോഴിക്കോട് കക്കോടി സ്വദേശി ജുബൈദ് എന്നിവർ. ഗുരുതര പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. ഇടുക്കിയിൽ തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനം മറിഞ്ഞു. തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് ഇന്ന് പാസാക്കാൻ കേന്ദ്ര നീക്കം. ഇന്നത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാന വിഹിതം 40% JDU-വിനും TDP-ക്കും ആശങ്ക. YSR കോൺഗ്രസിന്റെ പിന്തുണ തേടാൻ സർക്കാർ ശ്രമം. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തികം, സുരക്ഷ, വാണിജ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ജയശങ്കർ. ടെൽ അവീവ് സന്ദർശനത്തിനിടെ ആയിരുന്നു കൂടിക്കാഴ്ച. സിഡ്നി വെടിവെപ്പിലെ അന്വേഷണം ഇന്ത്യയിലേക്ക്. വെടിവെപ്പ് നടത്തിയ സാജിദ് അക്രം ഇന്ത്യയിലെത്തിയെന്ന് കണ്ടെത്തൽ. 2022 സാജിദ് എത്തിയത് ഹൈദരാബാദ്. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വളരെ വേഗം പോകണം. വയനാട് കണിയാമ്പറ്റയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്താൻ ശ്രമം തുടരുകയാണ്. കൂട് സ്ഥാപിക്കാനും മയക്കുവെടി വെക്കാനുമുള്ള ഉത്തരവ് ലഭിച്ചതിനാൽ ആവശ്യമെങ്കിൽ ആ മാർഗവും തേടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പനമരത്തും കണിയാമ്പറ്റയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജയരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ജയരാജ്, ഒരു വലിയ സംഘം വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ട്. 80ഓളം ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? പുലിയെ എവിടെയെങ്കിലും ഈ കടുവയെ കണ്ടെത്താനായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്നലെ രാത്രി മേച്ചേരി കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറിയെന്ന് പറയുന്ന ഈ കടുവയെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഒരു ജനവാസ കേന്ദ്രമാണ്. ഇതുവരെ ആ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു വനപാലകർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലത്തെ തിരച്ചിൽ എവിടെയാണ് ഇപ്പോൾ കടുവ എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതുവരെ ഇന്നലെയൊക്കെ കടുവ ഇന്ന സ്ഥലത്തുണ്ടോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അറിയുന്നത് കടുവ ഏത് ഭാഗത്താണ് എന്നറിയാത്ത വലിയ ഒരു ആശങ്കയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും സൗത്ത് വയനാട് DFO ആദിത്യരാമൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത്
കടുവയെ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് സാഹചര്യം അനുകൂലമാണെങ്കിൽ അതിനെ മയക്കുവെടി വെക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത് മയക്കുവെടി വെക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ അതിന് അത്രയും സാഹചര്യം ഒത്തു കിട്ടണം. അത്തരത്തിൽ മാത്രമേ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ എന്താ പറയാ ഈ കടുവ എവിടെയാണെന്നുള്ളത് അറിയില്ല. കാരണം ഇന്നലെയും ഇതേപോലെ ഒരു സംഭവം പറ്റിയിട്ടാണ് 2 കിലോമീറ്റർ അപ്പുറത്ത് ചീക്കല്ലൂർ എന്ന സ്ഥലത്തേക്ക് കടുവ എത്തിയത്. ഇന്നലെ മേപ്പരിക്കുന്ന് ഭാഗത്ത് അതായത് ഈ കുന്ന് ഭാഗത്തേക്കാണെങ്കിലും പോയതെങ്കിൽ പക്ഷേ ഇപ്പോൾ അത് എവിടെയാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സ്ഥലത്ത് എല്ലാ സന്നാഹങ്ങളുമായി തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതിനിടയ്ക്ക് മന്ത്രി AK ശശീന്ദ്രൻ എത്രയും പെട്ടെന്ന് കടുവ പിടിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞിട്ടുള്ളത്. അനുയോജ്യമായ സ്ഥലത്ത് കടുവയെ കണ്ടെത്തിയാൽ അപ്പോൾ മയക്കുവെടി വെക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളും ജനങ്ങൾ പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ കാണുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രദേശത്തെ ഒരു സുരക്ഷയാണല്ലോ ജയരാജ് പ്രധാനം. കാരണം ആളുകളൊക്കെ പുറത്തിറങ്ങാത്ത പശ്ചാത്തലമുണ്ട്, സ്കൂളുകൾക്ക് അവധിയുണ്ട്, ജനങ്ങളുടെ വലിയ ഭീതിയുണ്ട്, സംശയമില്ല. അത് എന്തൊക്കെ ക്രമീകരണങ്ങൾ, നടപടികൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും സംരക്ഷണത്തിനും മറ്റുമായി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? തീർച്ചയായും ജനങ്ങളോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. കാരണം ഇന്നലെയും അത്തരത്തിലൊരു വലിയൊരു അവസ്ഥ നടന്നെങ്കിലും ഈ കടുവ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസമായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് ചിക്കല്ലൂർ വയലിൽ കണ്ട കടുവയെ രാത്രി 8 മണി വരെ അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാ ഭാഗവും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും നിന്നും ആളുകൾ ഇതിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ കടുവ ഉണ്ടായിരുന്നു. 8 മണി വരെ കടുവ ഉണ്ടായിരുന്നു. 8 മണിക്ക് ഇതിനെ കാട്ടിലേക്ക് ഓടിക്കാൻ, അതായത് ഈ പറഞ്ഞ നീർവാരം എന്ന കാട്ടിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കടുവ അങ്ങോട്ട് പോകുമെന്നുള്ള വിശ്വാസം തന്നെയായിരുന്നു വനം വകുപ്പും ഉദ്യോഗസ്ഥരും എല്ലാവരും. അതുകൊണ്ട് തന്നെ രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് പടക്കം പൊട്ടിച്ചും അതുപോലെ ശബ്ദമുണ്ടാക്കിയും ഇതിനെ അവിടെ നിന്ന് ഇളക്കിയത്. അപ്പോഴാണ് ഈ പറയുന്ന മേപ്പരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടുവ പാസ് ചെയ്തത്. പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഉള്ളത്. പക്ഷെ ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ട് കടുവയെ കാണുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും അതിന്റെ തൊട്ടപ്പുറത്തും ആ ഭാഗങ്ങളിൽ എവിടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ വളരെ ഭീതിയിലാണുള്ളത്. തീർച്ചയായും ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം വനംവകുപ്പും പോലീസും എല്ലാം അനൗൺസ്മെന്റിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ ഒരു ഭീതിദായകമായ അവസ്ഥയാണുള്ളത്. അതാണ് ആ പ്രദേശത്തെ ഒരു സാഹചര്യം. ആവശ്യമെങ്കിൽ പല മാർഗങ്ങൾ സ്വീകരിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പനമരത്തും കണിയാമ്പറ്റയിലും മറ്റും വലിയ ഭീതിയുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനടുത്തുള്ള വനപ്രദേശത്തേക്ക് കയറ്റിവിടുക എന്നുള്ളതിന് തന്നെയാണല്ലോ ജയരാജ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് സാധിച്ചില്ലെങ്കിൽ മാത്രമല്ലേ മയക്കുവെടിയിലേക്ക് കാര്യങ്ങൾ പോകൂ. 2 ദിവസമായി ഈ ജനവാസ മേഖലയിൽ അണിഞ്ഞുതിരിയുന്ന കടുവയാണ്. ഇതുവരെ വന്യമൃഗങ്ങളെയൊന്നും ആക്രമിച്ചതായി വിവരമില്ല. അപ്പോൾ വിശന്ന് വളഞ്ഞു നടക്കുന്നൊരു കടുവയാകും. അവനെ എങ്ങനെയെങ്കിലും കടത്തിവിടുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. മയക്കുവെടി വെച്ചാലൊക്കെയുള്ള റിസ്ക്കും ഒരു ഫാക്ടറാണല്ലേ? തീർച്ചയായും ഇത് കടുവകൾ സാധാരണ നമ്മൾ ഇറങ്ങുമ്പോൾ മയക്കുവെടി വെക്കുന്നതും കൂട് വെച്ച് പിടിക്കുന്നതും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് തന്നെ വന്യമൃഗങ്ങളെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് കടുവയുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നത്. പക്ഷെ ഈ കടുവ ഈ 2 ദിവസമായിട്ടും ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഉപദ്രവകാരിയല്ല എന്നുള്ള അതുകൊണ്ട് തന്നെ കടുവയുടെ ഒരു സംരക്ഷണം എന്ന നിലയിലാണ് അതിനെ വനം വകുപ്പ് കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് തന്നെയായിരുന്നു ഇന്നലെ വരെ നടന്നത്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇനി ഇത് കുറെ ദിവസമായാലും പ്രത്യേകിച്ച് ഈ കടുവയ്ക്ക് വിശപ്പ് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം അക്രമകാരിയാണ് കടുവകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ അക്രമങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും ഇനി അത് ഏത് സാഹചര്യത്തിലേക്കാണ് പോവുക എന്ന് അറിയാത്ത ഒരവസ്ഥയുമുണ്ട്. ഓരോ ദിവസം പോകുന്തോറും കടുവയ്ക്ക് വിശപ്പ് കൂടും. ഈ പ്രജനന കാലത്ത് ഇത്തരത്തിലുള്ള കടുവകൾ ഇറങ്ങി നടക്കാറുണ്ട് എന്നൊക്കെ പൊതുവെ നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും ഈ കടുവ ഇത്തരത്തിൽ അല്ലെങ്കിൽ അക്രമങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി അല്ലെങ്കിൽ വനംവകുപ്പ് കൂടുതലും സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെ സുരക്ഷിതമായി കാട്ടിലേക്ക് കയറ്റി വിടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ നടന്നില്ലെങ്കിൽ ഈ മയക്കുവെടി വെക്കാനാണ് സാധ്യത. അതുപോലെ കൂട് വെക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് കൂട് വെക്കുന്നത് കൂടുതൽ കടുവയ്ക്ക് സുരക്ഷിതമായിരിക്കും, അല്ലെങ്കിൽ മറ്റപകടങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും അത് സുരക്ഷിതമല്ല. കാരണം എത്ര ദിവസം അത് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അറിയില്ല. ഇവിടെ 12 ദിവസമൊക്കെ കൂട് വെച്ച് കാത്തിരുന്ന അവസ്ഥയും വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുവയെ അനുയോജ്യമായ സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്നലെ തന്നെ വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു നിർദ്ദേശം കിട്ടിയിരുന്നു. കൂടാതെ
ഇന്ന് സൗത്ത് വയനാട് വൈൽഡ് ലൈഫ് വാർഡനും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. അനുയോജ്യമായ സ്ഥലത്ത് ഒത്തുകിട്ടിയാൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. എങ്കിലും അവസാന ശ്രമം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കാടിനോട് എടുത്തൊക്കെ ആണെങ്കിൽ അതിനെ കാട്ടിൽ കയറ്റി വിടാനാണ് ശ്രമിക്കുക. എന്തായാലും ഇത്തരത്തിൽ മയക്കുവെടി എന്നുള്ളതിന് 2ാം സ്ഥാനമാണ് കൊടുക്കുന്നതെങ്കിലും ജനങ്ങളുടെ സുരക്ഷ നോക്കിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ മന്ത്രിയുടെയൊക്കെ നിർദ്ദേശമുള്ളതൊക്കെ കൊണ്ട് തന്നെ അത്തരത്തിലൊരു അവസ്ഥ കിട്ടിയാൽ അതിനു വേണ്ടി അല്ലെങ്കിൽ അതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു സംവിധാനം തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും എല്ലാ സന്നാഹങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ. ഇനി കടുവയെ കാണുക എന്നും അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ മയക്കുവെടി വെക്കുന്നതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം പെട്ടെന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു മയക്കുവെടി അല്ല. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കടുവയെ കൃത്യസ്ഥലത്ത് കിട്ടണം, അല്ലെങ്കിൽ കടുവയുടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് ഈ മയക്കുവെടി വെക്കേണ്ടത്. പ്രത്യേകിച്ച് ഇതിന്റെ ആരോഗ്യം ഒരു പ്രശ്നമാണ്. നല്ല ആരോഗ്യമുള്ള കടുവയാണെങ്കിൽ അതിനൊരു ഡോസും മരുന്ന്, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കടുവയാണെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ വെടിവെക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ചതുപ്പ് നിലങ്ങളും വെള്ളവും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് കടുവ ഓടുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കടുവയ്ക്ക് വെടികൊണ്ടാൽ ഇതൊന്ന് ഓടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് എത്തുക എന്നുള്ളത് അറിയില്ല. ആ സമയത്ത് ഇത് അക്രമകാരിയായിരിക്കും, അല്ലെങ്കിൽ വല്ല വെള്ളത്തിലൊക്കെ മുഖംമുത്തി വീഴുകയാണെങ്കിൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സന്നാഹങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മയക്കുവെടി വെക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അതുമല്ല, വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം മയക്കുവെടി വെക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഇതിനെ തിരഞ്ഞു പിടിക്കാനുള്ള ഒരു ശ്രമമാണ്, ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. പനമരത്ത് കടുവ ഭീതി പരത്തുന്നുണ്ട്, ഉദ്യോഗസ്ഥർ നടപടി എടുത്തു കഴിഞ്ഞു, ആശാവഹമായ വഴിത്തിരിവുണ്ട്, അനുയോജ്യമായ സ്ഥലത്ത് കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടി വെക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മയക്കുവെടി വെക്കുക എന്നതിനെ പ്രധാനമായും വനവകുപ്പ് നിർണായകമായി തന്നെ കാണുന്ന ഒരു പശ്ചാത്തലം കൂടി മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ജയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ ഇടുക്കി മാട്ടുപ്പെട്ടി കുറ്റിയാർവാലി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാക്കി കാട്ടുകൊമ്പൻ പടയപ്പ. ആന ആക്രമണ സ്വഭാവം തുടരുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പ്രിൻസ്, പടയപ്പയുടെ ഭീതി ആദ്യമായല്ല, പല ജനവാസ മേഖലകളിലും അവൻ്റെ വിക്രിയകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇത് തീർച്ചയായും കഴിഞ്ഞ 2 വർഷത്തിലധികമായി പടയപ്പ പതിവായി ആക്രമണം കാണിക്കുന്ന സ്വഭാവമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ വളരെ ശാന്തനായി ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങുന്ന ഒരു ആരെയായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പതിവായി ആന ആക്രമണം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വഴിയോര കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. ഒപ്പം വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കുറ്റിയാർവാലി മാട്ടുപ്പെട്ടി മേഖലയിലൊക്കെയുള്ള വഴിയോര കടകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഒപ്പം വാഹനങ്ങൾക്ക് നേരെ ഓടിയെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുറ്റിയാർവാലി മാട്ടുപ്പെട്ടി തുടങ്ങിയ മേഖലകളിൽ എല്ലാ ദിവസവും തന്നെ പടയപ്പെട സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തോട്ടം മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലൊക്കെ എത്തുന്നവരുണ്ട്. റോഡിനോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ ആന നിലനിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ആന പതിവായി ജനവാസ മേഖലയിൽ എത്തുന്ന വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. RRT സംഘം എത്തി ആനയെ ഇവിടുന്ന് തുരത്തുന്നുണ്ടെങ്കിൽ പോലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തി മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് എല്ലാ ദിവസവും തന്നെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആക്രമണ സ്വഭാവം പതിവായി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളതിനാൽ ഏത് നിമിഷവും ആക്രമണം നടക്കാം എന്നൊരു ആശങ്ക ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ചും വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായി എത്തുന്ന സമയമാണ് മൂന്നാറിൽ. ക്രിസ്മസ് സീസണായിരിക്കുന്നു. നിരവധി സഞ്ചാരികൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വാഹനങ്ങളൊക്കെ നിർത്തി ആനയുടെ ചിത്രങ്ങളൊക്കെ പകർത്താനൊക്കെ സഞ്ചാരികൾ ശ്രമിക്കാറുണ്ട്. ഇതും ആക്രമണത്തിനൊക്കെ ഇടയാക്കുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഒപ്പം ഈ തോട്ടം മേഖലയിലൊക്കെ ആന നിലയുറപ്പിക്കുന്നതും തൊഴിലാളികൾ അടക്കമുള്ളവർ ജോലിക്കായി ഇറങ്ങപ്പെടുന്ന സമയങ്ങളിലും ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്തായാലും കാട്ടാനയെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എത്തിയ RRT സംഘം ഇവയെ മാറ്റുന്നുണ്ടെങ്കിൽ പോലും ഉൾവനത്തിലേക്ക് തുരത്താൻ കൃത്യമായ ഇടപെടൽ RRT സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കുറ്റിയാർ മേഖലയിൽ കാട്ടുപോത്തുകളും കൂട്ടമായി ഇറങ്ങിയ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ പതിവായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം വലിയ ആശങ്കയ്ക്കാണ് ഇടവരുത്തുന്നത്. ശരി പ്രിൻസ്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകണം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ ചെയ്തതിൽ ഇന്ന് കേസ് എടുത്തേക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ്റെതാണ് വീഡിയോ. കേസിൽ ദിലീപിന് പങ്കില്ലെന്ന് വീഡിയോയിൽ മാർട്ടിൻ പറയുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, മാർട്ടിൻ എന്നുള്ളത് നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. ഇയാൾ ഈ വെളിപ്പെടുത്തൽ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരുന്നു. അത് ദിലീപിനെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിലേക്ക് ഇയാൾക്ക് കടക്കേണ്ടി വരുമെന്നുള്ളതാണോ?
തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതിൽ കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അതിജീവിതയുടെ പേര് നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ആവർത്തിച്ച് അവരുടെ പേര് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അത് നിയമ നടപടി നേരിട്ടേ കഴിയുള്ളൂ. നമുക്കറിയാം, കേസിൽ പ്രതിയായിട്ട് ഇപ്പോൾ പ്രതിയായി ശിക്ഷാ നടപടികൾ നേരിടാൻ തയ്യാറെടുക്കുന്ന ഒരാൾ കൂടിയാണ്. അത് മാത്രമല്ല, ഇയാളുടെ ഈ നടിയെ ആക്രമിച്ചതിന്റെ കേസിന്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായിട്ടാണ് മാർട്ടിൻ രംഗത്ത് എത്തിയിട്ടുള്ളത്. നേരത്തെയും നമുക്കറിയാം, ഇത്തരത്തിൽ മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും നടൻ ലാലും രഞ്ജിത്ത് അംബിഷനും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ള തരത്തിൽ നേരത്തെയും മാർട്ടിൻ ഈ കേസിന്റെ ആദ്യഘട്ടത്തിലുമൊക്കെ ആദ്യമായി വിശദീകരിച്ചിരുന്നു. അത് മാത്രമല്ല, ആ സമയത്ത് DGP ലോക്നാഥ് ബെഹ്റയും ഇതിൽ ഇടപെട്ടിരുന്നു. യതീഷ് ചന്ദ്ര IPS ആ സമയത്ത് എത്തി മാർട്ടിന്റെ മൊഴി എടുക്കാൻ കൊണ്ടുവരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഈ വീഡിയോയിൽ ആവർത്തിക്കുന്നുണ്ട് മാർട്ടിൻ. അതേസമയം എനിക്ക് തോന്നുന്നത് അന്വേഷണ സംഘം ഈ കാര്യത്തിൽ മാർട്ടിനെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മാർട്ടിൻ ആയിരുന്നു അന്ന് നടിയുടെ വാഹനം ഓടിച്ചിരുന്നത്. അത് മാർട്ടിൻ നേരത്തെ തന്നെ നടൻ ലാലിന്റെ ഡ്രൈവറുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ നേരത്തെ ഇത്തരത്തിലുള്ള, അതായത് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ 5 വർഷത്തോളം അനുഭവിച്ച ആളാണ്. അതിനുശേഷം സുപ്രീം കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ആണ് മാർട്ടിൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി നടത്തിയത്. ഇതിനും പിന്നിൽ നടിയും അതുപോലെ മഞ്ജു വാര്യരും ഒക്കെ ആണ് എന്നുള്ള തരത്തിൽ അവർ നൽകിയൊരു പ്ലാനാണ്. ദിലീപിനെ തകർക്കണം എന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു പദ്ധതിയുടെ ബാക്കി പത്രമാണ് ഈ നടി ആക്രമിച്ച കേസ് എന്നുള്ള തരത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് മാർട്ടിന്റെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ കൂടുതൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നടിയുടെ പേര്, അതിജീവിതയുടെ പേര് ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നിയമ നടപടികൾ ഉണ്ടായിട്ടുമുണ്ട്. അതിജീവിത അങ്ങനെ തന്നെയാണ് അവരുടെ ഐഡന്റിറ്റിയും പേരും വെളിപ്പെടുത്താനുള്ള സാഹചര്യം നിലവിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് മാർട്ടിനെതിരെ കേസെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ നടപടി വേണമെന്ന് അതിജീവിത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. ദിലീപിന് ഈ കേസിൽ പങ്കില്ല എന്നാണ് മാർട്ടിൻ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഈ മാത്രമല്ല, വിചാരണ കോടതിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാനിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നടി തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഇത്രയും കാലം താൻ അനുഭവിച്ച നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും ഒന്നും ഒടുവിൽ നീതി നിഷേധമാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പറയുകയും അത് സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് മാർട്ടിൻ. നമുക്കറിയാം. ഈ വീഡിയോയ്ക്കെതിരെയും നടപടി വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നമുക്കറിയാം സമൂഹമാധ്യമങ്ങളിൽ അങ്ങനെയാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. ഇത് പരിശോധിച്ച് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ശരി, ഞാൻ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കുട്ടനാട്ടിൽ നിന്നാണ്. ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ വലിയ പരാജയം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അവരുടെ വലിയ ശക്തി കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിലെ തിരിച്ചടിയുടെ പേരിൽ തുറന്ന പോരിൽ ഇപ്പോൾ CPM-ഉം CPI-യും കടക്കുകയാണ്. മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് കൈനികരി ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിൽ ഉണ്ടായ പരാജയമെന്ന് CPM ആരോപിക്കുമ്പോൾ മുന്നണി മര്യാദ പാലിക്കാത്ത CPM തങ്ങളുടെ സംഘടനാപരമായ വീഴ്ച മറച്ചുവെക്കാൻ CPI-യെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നാണ് CPI ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. ഇരുകൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ അടിയുറച്ച പാർട്ടി കോട്ടകളിൽ ഏറ്റ പ്രഹരം ഇടതുമുന്നണിയെ ആകെ ഞെട്ടിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതു കോട്ടയാണ് കുട്ടനാട്. രാമങ്കരിയും കൈനകരിയും ഒക്കെ 25 വർഷത്തിനു മേലായി ചുവന്നു തന്നെ നിൽക്കുന്നു. എന്നാൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ആകെയുള്ള 13 പഞ്ചായത്തുകൾ 9 UDF വിജയക്കൊടി പാറിച്ചു. ഏത് പ്രതികൂല തരംഗത്തിലും കുലുങ്ങാത്ത കൈനകരിയും രാമങ്കരിയും നീലംപേരൂർ പഞ്ചായത്തുകളും ഇടതിനെ കൈവിട്ടപ്പോൾ ഭരണം 4 മാത്രമായി ചുരുങ്ങി. നീലംപേരൂർ ആകട്ടെ 14 വാർഡുകളിൽ 7 വിജയിച്ച് NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഗുരുതര സംഘടനാ പ്രശ്നങ്ങൾ CPM നേരിടുന്ന കമ്മിറ്റികളിലൊന്നാണ് കുട്ടനാട് ഏരിയ കമ്മിറ്റി. പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം വലിയ കൊഴിഞ്ഞുപോക്കാണ് CPM അഭിമുഖീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ സീറ്റ് തർക്കം കൂടി വന്നതോടെ വലിയ തിരിച്ചടി നേരിട്ടു.
എന്നാൽ CPI 5 പഞ്ചായത്തുകളിലോളം ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് കുട്ടനാടിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് CPM ആരോപിക്കുന്നത്. ഞങ്ങളുടെ പരമ്പരാഗതമായ പല പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് കുട്ടനാട് മണ്ഡലത്തിൽ ഉണ്ടായ LDF-നകത്തെ ചില പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ വിശദമായി പരിശോധിച്ച് കൂടുതൽ ഐക്യത്തോടുകൂടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് നല്ല യോജിപ്പോട് കുട്ടനാട് മണ്ഡലം മുന്നോട്ട്. CPM-ന്റെ സംഘടനാ വീഴ്ച CPI-യുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിക്കേണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി തിരിച്ചടിച്ചു. CPI-യുടെ കുട്ടനാട്ടിലെ വളർച്ച അംഗീകരിക്കാൻ CPM തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, സീറ്റ് വിഭജനത്തിൽ മുന്നണി മര്യാദകളെല്ലാം ലംഘിക്കപ്പെട്ടു. നഗരസഭകളിൽ CPM CPI കാലുവാരിയെന്നും ആരോപണമുയർന്നു. കൈനകരിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ CPM-ന് ഭരണം നഷ്ടപ്പെടാത്തൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് അടക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം CPI-യുടെ തലയിൽ ചാരുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി ബോധപൂർവം ശ്രമിക്കുന്നത് അവരുടെ സംഘടനാപരമായ വീഴ്ചകൾ മറച്ചുവെക്കാനാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സ്ഥിതി രൂക്ഷമാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലത്ത് CPM-ൽ നിലനിന്നിരുന്ന രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് രാമങ്കരയിൽ വലിയ വിഭാഗം CPM പ്രവർത്തകർ CPI-യിലേക്ക് പോയിരുന്നു. ഇത്തവണ 8 വാർഡുകളിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് പഞ്ചായത്ത് ഭരണം കൈവിട്ടു പോകുന്നതിന് കാരണമായെന്ന് മാത്രമല്ല, ഒരു വാർഡ് മെമ്പർ പോലും ഇല്ലാതിരുന്ന BJP-ക്ക് രാമങ്കരിയിൽ 3 സീറ്റുകൾ വരെ ലഭിച്ചു. LDF-ന് വെറും 4 വാർഡുകൾ മാത്രമാണ് വിജയിക്കാനായത്. കുട്ടനാട്ടിലെ പോക്ക് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയ CPM പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തത്രപ്പാടിലാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഡ്രൈവർ യദു തന്നോട് ചെയ്ത ക്രൂരതകൾക്കാണ് ഇപ്പോൾ ആര്യ അനുഭവിക്കുന്നതെന്നാണ് ഡ്രൈവർ യദുവിന്റെ പക്ഷം. തൊഴിലാളി ദിനത്തിൽ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടു. എന്നാൽ മേയർക്കെതിരായ വിമർശനങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നും യദു പറയുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ LDF-ന് അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് മേയർക്കെതിരെ പരാതി നൽകിയ KSRTC ഡ്രൈവർ യദു എന്നോടൊപ്പം ചേരുന്നത്. യദു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവിയാണ് LDF-നുണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയരുന്നു. എന്താണ് പറയാനുള്ളത്? ഇതിപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ വിമർശനത്തിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ ഉപജീവന മാർഗവും ഞാൻ മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്നതാണ് KSRTC. അവർ കാരണം ആ ജോലി പോയി കിട്ടി. പിന്നെ അതും ഒരു നമ്മുടെ തൊഴിലാളി ദിനത്തിൻ്റെ അന്നാണ് ആ സംഭവം നടക്കുന്നത്. തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് എന്നെ അന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്തത്. പിന്നെ ഇതേപോലെ പാവങ്ങളുടെ മെക്കെട്ട് കയറുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഈ ഇതിനെ സംഭവത്തിന് ശേഷം നിങ്ങളെ ആരെങ്കിലും ബന്ധപ്പെട്ട ഈ ഇലക്ഷൻ റിസൾട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട്? ഇല്ല, ആരും ബന്ധപ്പെട്ടൊന്നുമില്ല. ആരും ബന്ധപ്പെട്ടില്ല. എല്ലാവരും പറയുന്നത് പരാതി കൊടുത്ത് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇത്രയും വേണ്ടിയിരുന്നില്ല, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ആ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൈന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അനുഭവപ്പെട്ടതും അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചതും എല്ലാം കൂടെയാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി ആര്യക്കെതിരെ BJP-യും കോൺഗ്രസും ഒക്കെ വലിയ തരത്തിൽ പ്രചാരണ വിഷയമാക്കി മാറ്റിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലടക്കം. അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. അവർ പ്രചരണമായിട്ട് എടുത്തത് എൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതല്ല. എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ കോടതിയിൽ പറഞ്ഞിട്ട് കോടതി വഴി നീതി നേടിക്കൊള്ളാനാണ് ആര്യ പറഞ്ഞത്. ഇപ്പൊ ആ കുറ്റപത്രത്തിൽ അവിടെ പേരില്ല. അത് അടുത്ത പരാതി കൊടുത്തല്ലോ, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് കോടതിയിൽ കൊടുത്തായിരുന്നു. അതിനെന്താണ് നടപടി? അതിൽ നടപടി 20-ാം തീയതി മൊഴി കൊടുക്കണം. ഈ വരുന്ന 20. അവര് പോലീസ് പറയുന്നത് ബസ്സിൽ ഉള്ള യാത്രക്കാരിൽ ചിലരടക്കം പറഞ്ഞത് അങ്ങനെ അസഭ്യം പറഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നാണ്. തെളിവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലേ കോടതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ലാതെ ആ കംപ്ലൈന്റ് അല്ലാതെ രണ്ടാമതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഞാൻ കൊടുത്തു. അതൊരു ചാനലിൽ വന്നിട്ടില്ല. അതിൽ 6 പ്രതികളുണ്ട്. കണ്ടക്ടറിനെയും കൂടെ പ്രതിയാക്കിയിട്ടുണ്ട്. അല്ല, ഈ അസഭ്യം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ അതിനും എന്തെങ്കിലും തെളിവ് വേണ്ടേ? അങ്ങനെ ആംഗ്യം കാണിക്കുന്നതിന് തെളിവുണ്ടായിരുന്ന? അസഭ്യം പറയണ തെളിവില്ല. അപ്പൊ ആംഗ്യം കാണിക്കുന്ന തെളിവ് എവിടെയാണ്? ആംഗ്യം കാണിക്കണമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. ആംഗ്യം കാണിക്കുന്നതിന് തെളിവില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം കോടതിയിൽ നിന്ന് വരുമെന്നാണ്? ഇവർക്ക് ഇപ്പൊ അങ്ങനെ 1-2 പ്രതികളെ ഒഴിവാക്കാമെങ്കിൽ പിന്നെ അതിൽ വലിയ വിഷയമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ നിയമപോരാട്ടം തുടരാൻ തന്നെയാണ്? നിയമപരമായിട്ട് തുടരാൻ തന്നെയാണ് കാര്യം. പിന്നെ എന്നെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ പറയണതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല.
ഡ്രൈവർ യദുവാണ് സംസാരിച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹർജി. നവീൻ ബാബുവിന്റെ കുടുംബമാണ് ഹർജി നൽകിയത്. അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ACP രത്നകുമാറിന് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. വിരമിച്ച ശേഷം പ്രദേശ തെരഞ്ഞെടുപ്പിൽ രത്നകുമാർ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല SITക്ക് കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT. ഇതിന്റെ ഭാഗമായി ചെന്നിത്തലയ്ക്ക് വിവരങ്ങൾ കൈമാറിയ വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. രാജ്യാന്തര പുരാവസ്തു കടത്തു സംഘവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെട്ട സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് ചെന്നിത്തല SITയെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വ്യവസായിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. രഹസ്യ സ്വഭാവത്തോടെയാണ് അന്വേഷണം എന്നും രേഖകൾ നൽകാൻ ആകില്ലെന്നുമാണ് SITയുടെ നിലപാട്. രഹസ്യ സ്വഭാവം നിലനിർത്തുമെന്ന് ED വ്യക്തമാക്കി. കേസ് രേഖകൾ കിട്ടിയേ തീരുവെന്നാണ് EDയുടെ വാദം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് ഒരു വാർത്തയിലേക്ക്. VC നിയമനത്തിൽ പിടിവാശി ഉപേക്ഷിച്ച സർക്കാരും ഗവർണറും. ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും സർക്കാർ മുന്നോട്ട് വെച്ച സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും നിയമിച്ചു. വിജ്ഞാപനം പുറത്തിറക്കിയെന്ന് ലോക് ഭവൻ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. BV അരുൺ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അവരുടെ ദീർഘകാലമുണ്ടായിരുന്നൊരു തർക്കം, ഒരുപാട് നിയമ പോരാട്ടങ്ങൾ കണ്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രി സിസയുടെ പേര് സമ്മതിച്ചത്? സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തർക്കമാണ് ഡിജിറ്റൽ ടെക്നിക്കൽ VC സർവകലാശാല VCമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഒടുവിൽ സുപ്രീം കോടതി ഇടപെടുകയും ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. അവർക്ക് മുന്നിലും സർക്കാരും ഗവർണറും പേരുകൾ നൽകി. സിസ തോമസിനെ ഒരു കാരണവശാലും നിയമിക്കുമെന്ന് ആവശ്യപ്പെട്ടാണ് സർക്കാർ രണ്ട് പട്ടികയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും അവരുടെ പേര് നൽകിയത്. സജി ഗോപിനാഥിനെ നിയമിക്കുന്നതിൽ ഗവർണർക്കും എതിർപ്പുണ്ടായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല VC ആയിരിക്കെ സജി ഗോപിനാഥിന്റെ ഇടപാടുകളിൽ സംശയമുണ്ടെന്നാണ് ഗവർണറുടെ പക്ഷം. പക്ഷേ സർക്കാരിനോട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് സജി ഗോപിനാഥ്. രണ്ട് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കടുത്ത നിലപാട് തുടരുകയായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതിയിൽ നാളെ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഒരു ഇടപെടൽ സർക്കാരും ഗവർണറുടെ ഭാഗത്തുണ്ടായത്. നേരത്തെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലേക്കും ഗവർണർ ക്ഷണിക്കാൻ മുഖ്യമന്ത്രി ലോക് ഭവനിൽ എത്തിയിരുന്നു. അപ്പോഴാണ് ഈ വിഷയം ചർച്ചയായത്. ഒരു പേരിൽ സർക്കാരും സമാധാനത്തിലെത്താൻ തയ്യാറാണ്. സിസ തോമസിന് വേണമെങ്കിൽ അംഗീകരിക്കാം, പക്ഷേ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയി നിയമിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. സിസ തോമസിനെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നിയമിച്ചാൽ സജിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന് ഗവർണറും അറിയിച്ചു. അങ്ങനെ രണ്ടു പക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഗവർണറുടെ നിർബന്ധത്തിൽ സർക്കാർ നിർബന്ധത്തിൽ ഗവർണറും വഴങ്ങിയാണ് ഇപ്പോൾ രണ്ടിടത്തും ഓരോ പേരുകൾ തീരുമാനിച്ചു. അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ പേരുകൾ തീരുമാനിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതായാലും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ നിയമിച്ചുകൊണ്ട് ഇന്നലെ ലോക് ഭവൻ വിജ്ഞാപനം ഇറക്കി. ഇന്ന് ഡോക്ടർ സിസ തോമസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ചുമതലയേൽക്കും. സജി ഗോപിനാഥ് ചുമതല ഏറ്റെടുക്കുന്നത് 1-2 ദിവസം വൈകാനിടയുണ്ട്. കാരണം അത് ഇപ്പോൾ വഹിക്കുന്ന ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷമേ ഇവിടേക്ക് എത്തുകയുള്ളൂ. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. PT കുഞ്ഞുമുഹമ്മദിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം.
ചലച്ചിത്ര പ്രവർത്തകരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം കോടതി രേഖപ്പെടുത്തിയിരുന്നു. ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നാണ് PT കുഞ്ഞുമുഹമ്മദ് വ്യക്തമാക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം PT കുഞ്ഞുമുഹമ്മദിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിലെ LDF തോൽവി നിസ്സാരമായി കാണുന്നില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഫലം സൂചികയായി കാണുന്നു, ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം ഓർമ്മിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ട്. ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന നിലയിൽ വരുമ്പോൾ പല പഞ്ചായത്തുകളിലും 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു സൂചികയായി തന്നെയാണ് കാണുന്നത്, അല്ലാതെ അതൊരു നിസ്സാരമായിട്ട് കാണുന്നില്ല. അതൊരു സൂചികയാണ്. എന്നാൽ അതേ സമയത്ത് ആദ്യം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമലോകവും പ്രകടിപ്പിച്ചതുപോലെ ഞങ്ങളാകെ ഇടിഞ്ഞു തകർന്നു വീണുപോയിട്ടില്ല. കോഴിക്കോട് ബീച്ച് റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കണ്ണൂർ സ്വദേശി മർവാൻ, കോഴിക്കോട് സ്വദേശി ജുബൈദ് എന്നിവരാണ് മരിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ബൈക്ക് കണ്ടാൽ തന്നെ അറിയാം വലിയ അപകടമാണ്. എന്താണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? കോഴിക്കോട് സൗത്ത് ബീച്ച് പെട്രോൾ പമ്പിന് സമീപം ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ മർവാൻ, കോഴിക്കോട് സ്വദേശിയായ ജുബൈദ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇവരുടെ ബൈക്കുകൾക്ക് പിന്നിൽ നിന്ന 2 പേരുണ്ടായിരുന്നു. ഈ 2 പേരെയും ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൗത്ത് ബീച്ച് റോഡിൽ ഇരു വാഹനങ്ങളും പരസ്പരം മുഖാമുഖം വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈക്കിന് പറ്റിയ അപകടത്തിൽ അല്ലെങ്കിൽ ബൈക്കിന് പറ്റിയ നാശത്തിലൊക്കെ നമ്മൾ കണക്കെടുക്കുമ്പോൾ മുഖാമുഖം നേരിട്ട് വന്ന് വലിയ വേഗതയിൽ ഇരു ബൈക്കുകളും ഇടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജുബൈദ് എന്നയാൾ കക്കോടി സ്വദേശിയാണ്. കോഴിക്കോട് നഗരത്തിനടുത്ത് തന്നെയാണ് വീട്. അദ്ദേഹം ഒരു തുണിക്കടയിൽ ജീവനക്കാരനായി ജോലി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തിനാണ് പുലർച്ചെ ഈ ഇരു ബൈക്കുകളിലെ യുവാക്കൾ നഗരത്തിലൂടെ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും ബന്ധുക്കളടക്കമുള്ളവർക്ക് വ്യക്തതയില്ല. മറ്റ് എന്തൊക്കെ സാഹചര്യത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 3 മണിക്ക് നടന്ന അപകടമായതിന് അധികം ആളുകൾ ഈ അപകടം നേരിട്ട് കണ്ടിട്ടില്ല. അപകടം പറ്റിയതിന് പിന്നാലെയാണ് സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അടുത്തെത്തുകയും ചെയ്തത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത കിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പരസ്പരം ബൈക്കുകൾ നേരിട്ട് കൂട്ടിയിടിക്കാനുണ്ടായ സാഹചര്യമെന്നും അറിയില്ല. എന്തായാലും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അമിത വേഗത്തിലാണോ യുവാക്കൾ സഞ്ചരിച്ചിരുന്നതെന്നടക്കമുള്ളവയ്ക്കായി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലും മറ്റൊരാളുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് രഞ്ജിച്ചത്. ശരി, അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. ഇടുക്കിയിൽ തൊഴിലാളി വാഹനം മറിഞ്ഞ അപകടമുണ്ടായി. നെടുങ്കണ്ടം സന്യാസിയോടയ്ക്ക് സമീപം കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം റോഡിലേക്ക് മലയുകയായിരുന്നു. തമിഴ്നാട് ഉത്തമപാളയത്ത് നിന്ന് ഏലത്തോട്ടത്തിലേക്ക് തൊഴിലാളികളുമായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ടിയിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന BBG റാംജി ബിൽ പാസാക്കാൻ കേന്ദ്രം നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ലോക്സഭയിൽ ഇത് ചർച്ച ചെയ്ത് പാസാക്കാനാണ് നീക്കം.
ബില്ലിലെ വ്യവസ്ഥകളിൽ NDAയിലെ കക്ഷികളായ JDUവിനും TDPക്കും ആശങ്ക ഉണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തികം, സുരക്ഷ, വാണിജ്യം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ചർച്ച നടന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. ജയശങ്കറിന്റെ ടെൽ അവീവ് സന്ദർശനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇരുവരും ആഭ്യന്തര അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബെഞ്ചമിൻ നെതന്യാഹു ആശംസകൾ അറിയിച്ചു. ബോണ്ടി ബീച്ചിലെ ഭീകരാക്രമണത്തെ ജയശങ്കർ ശക്തമായി അപലപിച്ചു. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബെഞ്ചമിൻ സിഡ്നി ബോണ്ടി ബീച്ച് വെടിവെപ്പിൽ അന്വേഷണം ഇന്ത്യയിലേക്കും. അക്രമികളിൽ ഒരാളായ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശിയെന്നാണ് സ്ഥിരീകരണം. ISISൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഭീകരാക്രമണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ ബന്ധുക്കൾക്ക് ഇയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നാണ് വിവരം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇന്ത്യൻ ബന്ധമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട ഹൈദരാബാദുകാരനാണ്. ഇയാൾ 10-28 വർഷം മുമ്പ് ഇന്ത്യ വിട്ടുപോയതാണ്. ഇന്ത്യയുമായി മറ്റു കാര്യമായ ബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് ലഭിക്കുന്ന ഇയാൾ ഈ ഒരു കൃത്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യമൊക്കെ എങ്ങനെ ഒരുങ്ങിയെന്നാണ്? രഞ്ജിത്ത്, പ്രധാനമായിട്ടും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഈ സാജിദ് അക്രവും മകനായിട്ടുള്ള നവീദ് അക്രവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പതാകകളും അതുപോലെ തന്നെ ചില ലേഖനങ്ങളും അതുപോലെ അവർ മാത്രം ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ചില എക്സ്പ്ലോസീവുകളും എല്ലാം പോലീസ് കണ്ടെടുത്തിരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ടെററിസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവർ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു സൂചനയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഇവർ രണ്ടുപേരും, ഈ അച്ഛനും മകനും, ഫിലിപ്പീൻസിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. തുടർന്ന് നവംബർ 28-ാം തീയതിയാണ് ഇവർ മടങ്ങി ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. ഫിലിപ്പീൻസിൽ വെച്ച് ഇവർക്ക് ഈ ആക്രമണം നടത്താൻ ആവശ്യമായിട്ടുള്ള ആയുധ പരിശീലനം ഉൾപ്പെടെ ലഭിച്ചിരിക്കാം എന്നാണ് നിലവിൽ പോലീസ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവർ ഫിലിപ്പീൻസിൽ എവിടെയാണ് പോയത്, എന്താണ് അവിടെ ചെയ്തത് എന്നതിനെ സംബന്ധിച്ചെല്ലാം പോലീസ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സാജിദ് അക്രം അയാൾ തൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഫിലിപ്പീൻസിലേക്ക് യാത്ര നടത്തിയിരുന്നത്. എന്നാൽ ഇയാളുടെ ഇന്ത്യൻ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് അധികം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. 1998-ലാണ് സാജിദ് അക്രം ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ 27 വർഷം അയാൾ ഓസ്ട്രേലിയക്കാരനെ പോലെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ഇയാൾ തൻ്റെ ഇന്ത്യൻ പൗരത്വവും ഇന്ത്യൻ പാസ്പോർട്ടും റദ്ദാക്കിയിരുന്നില്ല. ഇയാൾ ഓസ്ട്രേലിയയിലുള്ള അവിടെയുള്ള ഒരു പൗരയെ വിവാഹം ചെയ്ത് ഇയാൾക്ക് 2 മക്കളുണ്ട്. ഒരാൾ മകനാണ്, ഒരാൾ മകളുമാണ്. ഈ മൂത്ത മകനുമായിട്ടാണ് ഇയാൾ ഈ ആക്രമണം നടത്തിയത്. ഈ സാജിദ് അക്രം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മകൻ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ഈ മകനെ ചോദ്യം ചെയ്യുകയാണ് പോലീസിൻ്റെ ഒരു അടുത്ത പ്രധാനപ്പെട്ട നീക്കമെന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ ആക്രമണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കുക എന്നാണ് അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ഇയാളുടെ ബന്ധുക്കളെ തെലങ്കാന പോലീസിന്റെ സഹായത്തോടെ ചോദ്യം ചെയ്തിരുന്നു. ഹൈദരാബാദിലാണ് ഇയാളുടെ ബന്ധുക്കളുള്ളത്. ഈ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഇയാൾ ഓസ്ട്രേലിയയിൽ പോയതിനു ശേഷം കേവലം 6 തവണ മാത്രമാണ് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. 2022-ലാണ് അവസാനമായി ഈ സാജിദ് ഇന്ത്യയിലെത്തിയത്. സ്വത്തുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളെല്ലാം നിലനിന്നിരുന്നു. അപ്പോൾ അത് കാരണം 2017-ൽ ഇയാളുടെ പിതാവ് മരണപ്പെട്ടിട്ട് പോലും ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ മറ്റ് അറിവുകളൊന്നും ഇവിടെയുള്ള ബന്ധുക്കൾക്ക് അയാളുമായി ഇല്ല. ബന്ധുക്കളുമായി അധികം കോണ്ടാക്റ്റും ഇയാൾ വെച്ച് പുലർത്തിയിരുന്നില്ല. അപ്പോഴിനി മകനെ ചോദ്യം ചെയ്യുക, അതുപോലെ ഈ ഫിലിപ്പീൻസിൽ ഇയാൾ നടത്തിയ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം അത് എന്താണെന്ന് കണ്ടെത്തുക, ഇത് രണ്ടുമാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒമാൻ സന്ദർശനത്തിൽ തന്ത്രപരമായ പങ്കാളിത്തവും സാമ്പത്തിക സഹകരണവും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മോദി പറഞ്ഞു. അജയ് സുധാ ബിജു തുടരുകയാണ്. അജയ്, ഒരു പ്രധാനപ്പെട്ട സന്ദർശനമാണ്. നമ്മൾ ഏറെ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഒമാൻ. പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എത്ര ദിവസത്തേക്കാണ് മോദിയുടെ സന്ദർശനം? ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഇതുവരെയുള്ള ഒരു പുരോഗതി എങ്ങനെയാണ്?
രഞ്ജിത്ത് 2 ദിവസത്തെ സന്ദർശനത്തിനാണ് മോദി ഇന്ന് ഒമാനിലേക്ക് എത്തുന്നത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള 70 വർഷത്തെ നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു വാർഷികം ഈ വർഷം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സന്ദർശനം എന്ന് പറയുന്നത്. അവിടെ എത്തിയതിന് ശേഷം അദ്ദേഹം ഒമാനിലെത്തിയതിന് ശേഷം അവിടെയുള്ള സുൽത്താനായിട്ടുള്ള ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒമാൻ എന്ന് പറയുന്നത് നിരവധി ഇന്ത്യക്കാർ താമസിച്ച് ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുക്കും എന്ന് വിവരമുണ്ട്. ഈ ഒമാനിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം എക്സ് വഴി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ സുൽത്താനായിട്ടുള്ള ഹൈതം ബിൻ താരിഖുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൽ താൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ത്യയും ഒമാനും തമ്മിൽ വളരെയധികം നയതന്ത്ര ബന്ധങ്ങളുണ്ട്. തന്ത്രപ്രധാനമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കരാറുകളിൽ ഒപ്പിടുകയും ഈ നയതന്ത്ര ബന്ധം അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഇന്ന് പ്രധാനമന്ത്രി ഒമാനിലെത്തിയതിന് ശേഷം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഒമാൻ സന്ദർശനമാണിത്. പിന്നെ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ 2 രാഷ്ട്രങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി കഴിഞ്ഞു. ആദ്യം ജോർദാനിലാണ് എത്തിയത്. ജോർദാൻ കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ എത്യോപ്യ സന്ദർശനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. എത്യോപ്യയിൽ അദ്ദേഹത്തിന് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എയർപോർട്ടിൽ വെച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള അബിയ അഹമ്മദ് അലി നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. അബിയ അലി അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി ഈ യാത്ര ചെയ്ത കാർ ഓടിക്കുകയും എല്ലാം ചെയ്തത്. അതുമാത്രമല്ല അവിടുത്തെ എത്യോപ്യയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുകയും ചെയ്തു. അത് നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഈ അവാർഡ് താൻ 140 കോടി ഇന്ത്യക്കാർക്കായി സമ്മാനിക്കുന്നു എന്ന് പ്രധാനമന്ത്രി അതിനുശേഷം പ്രതികരിക്കുക വരെയുണ്ടായി. അതിനു മുൻപേ അദ്ദേഹം സന്ദർശനം നടത്തിയത് ജോർദാനിലായിരുന്നു. ജോർദാനിൽ വെച്ച് നിരവധി കരാറുകളിൽ അവിടുത്തെ കിരീടാവകാശിയായിട്ടുള്ള അബ്ദുള്ള രണ്ടാമനുമായി എല്ലാം കൂടിക്കാഴ്ച നടത്തി. തീവ്രവാദത്തിനെതിരെ ഇരു രാഷ്ട്രങ്ങളും സംയുക്തമായിട്ടുള്ള പ്രസ്താവനയെല്ലാം പുറത്തിറക്കിയിരുന്നു. അപ്പോൾ എന്തായാലും വളരെ വിജയകരമായി തന്നെ ഈ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുകയാണ്. അതിൻ്റെ അവസാനത്തെ ലക്ഷ്യസ്ഥാനമാണ് ഒമാൻ എന്ന് പറയുന്നത്. ശരി അജയ്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് രാവിലെ 8 മണി വരെ 31,861 ഭക്തരാണ് മല കയറിയത്. ഇന്നലെ 90,163 പേർ ശബരിമലയിലെത്തി. സന്നിധാനത്ത് പോലീസിന്റെ പുതിയ സംഘം ഇന്ന് ചുമതലയേൽക്കും. മണ്ഡലപൂജയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. ശബരിമലയിൽ ഇന്ന് രാവിലെയും നല്ല തിരക്ക് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ 18ാം പടിയുടെ ദൃശ്യങ്ങളാണ്. വളരെ വേഗത്തിൽ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തി വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 60 പേരിലധികം എന്നുള്ള കണക്കാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. അത്രയും വേഗത്തിൽ 18ാം പടി കടത്തിവിട്ട് മുഴുവൻ ഭക്തരുടെയും ഒരു ദർശനം സുഗമമാക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 90,000-ഓളം ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തന്നെ തുടരുകയാണ്. ഒരു കാര്യമുള്ളത്, ഇടയ്ക്ക് ചെറിയ തോതിൽ മഴ പെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് സന്നിധാനത്ത്. അത് ഭക്തരെ സംബന്ധിച്ച് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ കാര്യമായി എവിടെയും വലിയ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ ഒരു പരിധിവരെ വരുന്നുണ്ട്. മുകളിൽ വളരെ കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ 18ാം പടി കയറുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നെന്തായാലും ശബരിമലയിൽ പുതിയ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതല ഏൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണവും നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ തീർത്ഥാടന കാലത്തെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള യോഗവും ഇന്ന് ശബരിമല സന്നിധാനത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 27 ലക്ഷത്തിൽ പരം ഭക്തർ ഈ ദർശന ഇന്നലെ വരെ ശബരിമല സന്നിധാനത്ത് ഈ തീർത്ഥാടന കാലത്ത് എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് പുറത്തുവിടുന്ന കണക്കുകൾ. എന്തായാലും വലിയ തിരക്ക് തുടരുകയാണ്. ഇന്നെന്തായാലും മഴ ഒരു വില്ലനായി മാറുമോ, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഭക്തരെ സംബന്ധിച്ച് മഴ ഒരു ദുരിതം വിതയ്ക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. രാവിലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യം തന്നെയാണ് സന്നിധാനത്തുള്ളത്.
ജി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാലങ്ങൾ നീണ്ട വിശ്വാസ പെരുമയുമായാണ് ഗായകൻ സന്നിധാനന്ദൻ ശബരിമലയിലെത്തിയത്. ഗായകനെന്ന നിലയിൽ ഉയരാൻ അനുഗ്രഹിച്ചത് അയ്യപ്പസ്വാമി എന്നാണ് സന്നിധാനന്ദന്റെ ഉറച്ച വിശ്വാസം. കുടുംബത്തോടൊപ്പമാണ് സന്നിധാനന്ദൻ ദർശനം നടത്തിയത്. ഈ വാർത്തയോടെ 9 മണി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശബരിമല സന്നിധാനത്ത് ഓരോ ദിവസവും പല VIP-കളും ഒക്കെ ദർശനത്തിന് എത്താറുണ്ട്. ഒരുപക്ഷെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഗായകനാണ് ഇന്ന് ശബരിമല സന്നിധാനത്ത് എത്തിയത്. അതും ശബരിമലയുമായൊക്കെ വളരെ ചേർന്ന പേരുള്ള സന്നിധാനം തന്നെ. ഈയൊരു താങ്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അന്നൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നല്ലേ പേരൊക്കെ വന്നത് പോലും? അതെ, പേര് അതായത് കുട്ടിക്കാലത്ത് സംസാരിക്കാൻ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചുണ്ട് പ്രശ്നം, ക്ലഫ്റ്റ് ലിപ്പ്, പ്രത്യേകിച്ച് അമ്മയും മക്കളും കൂടിയാണ് ഇപ്രാവശ്യം മല ചവിട്ടിയത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. വൈകിട്ട് ഒരു 10 മണിക്കാണ് കയറിയത്. പിന്നെ കുട്ടിക്കാലത്ത് ശബ്ദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ മതി ഏകദേശം ഒരു സൗണ്ട് തോമ പോലെയായിരുന്നു എൻ്റെ ജീവിതം. മൊത്തം ക്ലഫ്റ്റ് ലിപ്പായിരുന്നു. അവിടുന്ന് ഓരോ വർഷം അച്ഛനും അമ്മയും മലയ്ക്ക് പറഞ്ഞയക്കും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ വരും. പ്രതീക്ഷകളൊന്നുമില്ല, ഭഗവാനെ കാണുക എന്ന് മാത്രം. ഇത്ര തിരക്കിലും ഈ ധനുമാസം 1-ാം തീയതിയാണ് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ ശബ്ദം ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തി. ഇനിയും ഒരുപാട് മെച്ചപ്പെടാണ്ട്. ഭഗവാൻ ഇനിയും അനുഗ്രഹിക്കട്ടെ. ഏത് പ്രായം മുതലാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? ഏകദേശം കുട്ടിക്കാലം മുതൽ. അമ്മ നിൽക്കണ്ട, അമ്മ പറയും. അമ്മ പറയട്ടെ. അമ്മ എന്തായിരുന്നു അനുഭവം? ഒരു ചെറിയ കുട്ടിയായി പ്രസവിച്ച് വീണപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, ഞാൻ ഉപ്പും ചോറും അയ്യപ്പൻ്റെ അടുത്ത് വന്ന് തന്നേക്കാം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് 6-ാം പിറന്നാളിന് മുമ്പ് 5-ാം പിറന്നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ മാത്രമേ കൊണ്ടുവന്നു. ഇവിടെ വന്നു ചോറ് കൊടുത്തപ്പോൾ മേശാന്തി ചോദിച്ചു, എന്താ കാരണരെ പേരുണ്ട് ചോദിച്ചു. അപ്പോൾ അടിയനൊന്നും അറിയില്ല തമ്പുരാനെ, ഇവിടുന്ന് എന്താ നിശ്ചയിച്ചോളാം. അപ്പോഴാണ് ശ്രീ ശങ്കര സന്നിധാനന്ദൻ എന്നുള്ള പേര് മേശാന്തിയാണ് അദ്ദേഹം വിളിച്ചത്. ഈ വിശ്വാസം അത് ശരിയായി അല്ലേ? ശബ്ദം എല്ലാം ശരിയായി? എല്ലാം ശരിയായി. അത് പ്രസവിച്ച സമയത്ത് എന്താണ് കുട്ടി എന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടെയൊന്നും അവനുണ്ടായിരുന്നില്ല. തൊണ്ടയിൽ 2 നാവുണ്ടായിരുന്നു. അവിടുന്ന് 10-ാം ക്ലാസ് എങ്ങനെയൊക്കെയോ പാസ്സായതിനു ശേഷമാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് മംഗലാപുരം പോയി. ഏതൊരു പ്രായമായി ശരിയായി വന്നപ്പോൾ? ശരിയായി വന്നപ്പോൾ 10-ാം ക്ലാസ്സിന്റെ മുമ്പായിട്ട് ശരിയായി. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിയായി. പിന്നെ ഒരു വർഷം അങ്ങനെ മുടക്കരുത് സന്നിധാനത്തേക്കുള്ള വരവെന്നല്ലേ? ഇത്രയും പ്രായം 46-45 വയസ്സിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിഷുക്കണിക്ക് ഇവിടെ എത്തിച്ചു. ഇതുവരെ മുടക്കിയിട്ടില്ല. ഭഗവാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവില്ല. ഇത്ര വരെ ഇവിടെ എത്തിച്ചു. ഇതൊരു അമ്മയുടെ ഒരു ഈ വിശ്വാസമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പേര് വരുന്നു, അതെല്ലാം പിന്നെ വലിയൊരു പാട്ടുകാരനാകുന്നു, അതെല്ലാം എങ്ങനെയാണ് മനസ്സിലാവുക? എങ്ങനെയൊക്കെ സംഭവിച്ചു വെച്ചാൽ അവൻ അയ്യപ്പന്റെ ആളായിട്ട് അവന്റെ ഉപ്പും ചോറും അയ്യപ്പന്റെയാണ് അവന്റെ വയറ്റില്. അത് അയ്യപ്പൻ തന്നെയായിട്ട് കൊടുത്തതാണ്. അതാദ്യം സ്റ്റാർ സിംഗറിൽ കയറിയ സമയത്ത് MG ശ്രീകുമാർ പറഞ്ഞു, ഒരു അയ്യപ്പ ഭക്തനാണോ വെച്ചാൽ അപ്പം പറഞ്ഞു, ഞാൻ ഉപ്പും ചോറും അവിടെ നിന്നാണ് കഴിച്ചിരിക്കണേന്ന്. ഒരു ഇത് പാടുമോ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് അയ്യപ്പൻ്റെ ഒരു ഗീതം പാടിയപ്പോൾ അവിടുന്ന് അങ്ങനെ അയ്യപ്പൻ അവനെല്ലാം അറിഞ്ഞ് ഇത്തിരി വരെ ഞങ്ങളെ അച്ഛൻ മരിക്കുന്നത് ഒരു അച്ഛനെയും അമ്മയും ഏത് നിലയ്ക്കാണ് അവൻ സംരക്ഷിച്ചതെന്നുള്ളത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇരിപ്പിടം വരെ എൻ്റെ മകൻ അയ്യപ്പൻ്റെ ആ ഒരു നാമത്തിലെല്ലാം തന്നു. ചുരുക്കിയൊന്നും പറയണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വിഗ്രഹങ്ങൾ അവന് ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം ഞാൻ കഴുകി പൂവിടുമ്പോൾ ഇപ്രാവശ്യം പമ്പയിലേക്ക് പോകുമ്പോൾ എനിക്ക് ചെറിയ അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം എനിക്ക് കഴുകാൻ കിട്ടണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് രാത്രിയാണ് അയ്യപ്പൻ്റെ ഒരു വിഗ്രഹം ഷൂട്ടിന് വേണ്ടി എടുത്തത്. അമ്മ ഒരു വിളക്കൊളുത്തു പോകും. എന്താ ഇപ്പോൾ മാലയിടാൻ നാളെയല്ലേ, ഇന്നെന്താ വിളക്കൊളുത്താൻ പറയണം. വിളക്കൊളുത്തുമ്പോൾ വലിയൊരു വിഗ്രഹം അയ്യപ്പൻ. ഇന്നിപ്പോൾ അത് ദേശവിളക്കിന് ആ വിളക്കിൻ്റെ അമ്പലത്തിൽ വെച്ചു എല്ലാം കണ്ടു. അമ്മയെ സംബന്ധിച്ച് മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് മോന്റെ കാര്യത്തിൽ. ഇത് അതെ, അമ്മയുടെ ശരിക്കും എൻ്റെ സംഗീതമാണെങ്കിലും എൻ്റെ ഭക്തിയാണെങ്കിലും ഒക്കെ അമ്മയാണ്. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് ഇവിടുന്ന് ചോറുണ്ടു. മകനെ ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുത്തു. മകളേനെ ഇപ്പോൾ ഈ വർഷത്തോടു കൂടെ മകൾക്ക് വരാൻ പറ്റാതെയാവും. ഇനി അവൾക്ക് 50 വർഷം കഴിഞ്ഞാലേ ഇനി വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ജീവിതം മുഴുവൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. എന്നും അയ്യപ്പനോടൊരു കടപ്പാടുണ്ട്. സ്വാമി ശരണം. ഈ 18-ാം പടി കയറി വന്ന അയ്യപ്പനെ കാണുമ്പോൾ ഉള്ളൊരു നിർവൃതി എങ്ങനെയാ സന്നിധാനന്ദൻ പറയാ? ആ സമയത്ത് ഭയങ്കര ബ്ലാങ്കാണ്. നമുക്ക് ആ വിഗ്രഹവും ഞാനും അല്ലെങ്കിൽ അത് തൊഴുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ വേറെ ചിന്തകളോ നമ്മുടെ ഒരു പലരും എന്നോട് പറയും, സന്നി നമ്മുടെ കാര്യം ഒന്ന് പറയണേ ഭഗവാന്റെ അടുത്ത്, അല്ലെങ്കിൽ ആരും ഓർമ്മ വരും പോലും ഇല്ല. എന്നെ തന്നെ ഓർമ്മയില്ല. ഭഗവാനെ തൊഴുക, ആ ഭഗവാനിൽ ലയിക്കാൻ ശ്രമിക്കുക, ഭഗവാന്റെ പാട്ട് പാടുക, ജീവിക്കുക. കണ്ടു കൊതി തീർന്നില്ലയ്യ, തൊഴുതു മതിയായില്ലയ്യ, വീണ്ടും ഒരു ജന്മം മണ്ണിൽ തന്നിടുമോ, അന്നും സ്വാമി പാദദാസനാകാൻ വരം നൽകുമോ. കന്നിമൂല ഗണപതി ഭഗവാനേ ശരണം, സ്കന്ദനേ സിംഗാരവേലനേ ശരണം,
അന്നൈ മാളികപ്പുറത്തമ്മ ദേവിയേ ശരണം, ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സണ്ണി പാടിയതിലേ അയ്യപ്പ പാട്ടുകളിൽ ഏറ്റവും വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് പ്രേക്ഷകര് കാഴ്ചക്കാർ പറയുന്ന പാട്ട് ഏതാ? അതായത് ഈ വർഷം ഇറങ്ങിയ കുറെ പാട്ടുകളുണ്ട്. അതില് കാടേ പെരുങ്കാടേ കാടിൻ നടുവിലെ പെരിയോനെ, കാടേ പെരുങ്കാടേ കാടിൻ നടുവിലെ പെരിയോനെ, എൻ്റെ കുറെ റാം സുരേന്ദർ, സിജു തുറവൂർ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ എല്ലാ വർഷവും ഒരു അയ്യപ്പനുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പോണു. അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ട്. പിന്നെ ഈ വർഷം 2025 അയ്യപ്പൻ നൽകിയതാണ് കാന്താരയിൽ പാടാൻ പറ്റി. 2 പാട്ടാണ് പാടിയത് മലയാളം പതിപ്പിൽ. പിന്നെ കുറേ സിനിമകൾ പാടാൻ പറ്റും. എല്ലാ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹമാണ്. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അത്രയും. പള്ളിക്കെട്ട് ഭയങ്കര ഹിറ്റാണ്, അതും കൂടെ ഒന്ന്. ഇരുമുടി താങ്ങി ഒരു മനതാകി ഗുരുവിനതേ വന്തോ, ഇരുവിനെ തീർക്കും യമനെയും വെല്ലും തിരുവടിയെ കാണ വന്തോ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. എന്തായാലും ആത്മാവറിഞ്ഞാണ് സന്നിധാനന്ദൻ പാടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഭക്തിയൊക്കെ കൂടി ഉള്ളിലുള്ളത് കൊണ്ട് കൂടിയായിരിക്കും അല്ലേ? അതെ, എല്ലാം അതുണ്ടോന്നും കൂടെ ഞാൻ വീണ്ടും സെർച്ച് ചെയ്യാണ്. ഭഗവാനെ ഏത് തരത്തിലാണ് അങ്ങേ പൂജിക്കേണ്ടത് അല്ലെ പ്രാർത്ഥിക്കേണ്ടത് ഒന്നും ഇപ്പോഴും അറിയില്ല. അപ്പോൾ വീണ്ടും ഡെഡിക്കേഷൻ. എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിലൊരു ദേശവിളക്കുണ്ട്. ദേശവിളക്കിന് ഒരു 30 പേരും കൂടെ, ഇപ്രാവശ്യം 30 പേര്. എല്ലാ വർഷവും ധനുമാസം 1-ാം തീയതി മല കയറും ഞങ്ങൾ. മക്കളൊക്കെ പാടുമോ? എങ്ങനെ? കുറേശ്ശെ പാട്ടുണ്ട്. പാടുന്നുണ്ടോ? ഇല്ല, അവർ മല കയറിയത് ക്ഷീണത്തിലാണ്. അപ്പോൾ എന്തായാലും വളരെ ഭക്തി നിർഭരമായൊരു അന്തരീക്ഷത്തിലാണ് സന്നിധാനന്ദനും കുടുംബവും. അമ്മയൊക്കെ വളരെ വേദനയോടുകൂടിയാണ് സന്നിധാനത്തിൻ്റെ ഒരു യാത്ര ഓർക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം G. ശ്രീജിത്ത്, News 18 സന്നിധാനം.